കാസർഗോഡ് കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള ജില്ല. അതിനപ്പുറം ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് ഈ ജില്ലയ്ക്ക്. വികസനം എത്തി നോക്കാത്ത ഇടം, റോഡില്ല, പ്രധാനപ്പെട്ട ആശുപത്രികളില്ല, പിന്നെ ഏറ്റവും കൂടുതൽ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറുകൾ നടക്കുന്ന സ്ഥലം തുടങ്ങി നിരവധിയാണ് പ്രത്യേകതകൾ. ഇതോടെ കാസർഗോട്ടുകാർ നാട്ടിൽ അനിശ്ചിതകാല സമരം തുടങ്ങി. അവിടെയും ആരും തിരിഞ്ഞു നോക്കാതായതോടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റി. വെറുതെ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചല്ല, നെഞ്ചത്തടിച്ച് കരഞ്ഞ്. ഞങ്ങളവിടെ അനിശ്ചിതകാലമായ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരികൾ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ കരച്ചിൽ സമരം നടത്തുന്നത്. ഒരുപാട് റോഡുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ ഈ സമരത്തിൽ ഉന്നയിക്കുന്നുണ്ട്. മലയോര മേഖലയിലെ റോഡുകളുടെ അവസ്ഥ, എൻഡോസൾഫാൻ ദുരിത മേഖലയിൽ ഒരുപാട് അമ്മമാർ, സഹോദരിമാർ, കുട്ടികൾ, ഇവർക്കൊക്കെ സഞ്ചരിക്കാനുള്ള സഞ്ചാരയോഗ്യമായ റോഡുകളില്ല. റോഡില്ല, അരിയില്ല, തുണിയില്ല, ഒന്നുമില്ല. അത് സമരം. നമുക്ക് 14 ജില്ലയുണ്ട്. ആ 14 ജില്ലയിൽ ഏറ്റവും മാറി മാറി വന്ന 2 മുന്നണികളും ഏറ്റവും അധികം അവഗണിച്ചത് കാസർഗോഡ് ജില്ലയാണ്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. വെറും ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത മുതലാളിക്ക് സ്വന്തം അനന്തരവരെല്ലാം പിരിഞ്ഞിരിക്കാൻ പറ്റും മുതലാളി. ഓഹോ, നിന്നെ പിരിഞ്ഞിരുന്നാലും ഇയാൾക്ക് വേദനിക്കുമല്ലേ? എന്നാ നീ ഇവിടെ നിൽക്ക്. അയ്യോ, അത് വേണ്ട. എനിക്ക് മുതലാളിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി, എന്റെ ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാനിതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. കാസർഗോഡിനെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ ഹോസ്പിറ്റൽ ബ്ലോക്കിൻ്റെ പണി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് അവഗണനയാണ് കാസർഗോഡുള്ളത്. ഈ അവഗണന മാറ്റണം. അതിനു വേണ്ടിയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങൾ ഈ സമരം ഇവിടെ ഇരിക്കുന്നത്. കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഞാൻ പോയി വരട്ടെ മക്കളെ, 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. അവഗണന മാത്രം പേര് നടക്കുന്ന ഒരു ജില്ലയായി കാസർഗോഡ് മാറിയിരിക്കുക. ഇതിന് മാറ്റം വേണ്ടേ? ഇതിന് മാറ്റത്തിന് ഞാൻ വളരെ വിനയത്തോട് പറയുക, രാഷ്ട്രീയം നോക്കണ്ട. ഇവിടെ കോൺഗ്രസുമില്ല, കമ്മ്യൂണിസ്റ്റുമില്ല, മുസ്ലിം ലീഗുമില്ല, BJPയുമില്ല, അല്ലെങ്കിൽ മറ്റു കക്ഷികളും എല്ലാം ഒറ്റക്കെട്ടായി സമരരംഗത്ത് തന്നെ നിൽക്കണം. അതിൽ നിങ്ങൾ മാറരുത്. ഒരു സംശയം വേണ്ട. വളരെ വിനയത്തോടുകൂടി പറയുന്നു, ഞാൻ കാസർഗോഡ് എത്തും. നിങ്ങൾ സമരം ശക്തമായി നടത്തുന്ന ദിവസം ഞാൻ തന്നെ വരുന്നതാണ്. യാതൊരു സംശയമില്ല. അപ്പുകുട്ടാ, നീ വന്നേ. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാണ് പുല്ലേ. ഈ കാസർഗോഡ് ജില്ല ഇങ്ങോട്ട് എന്തിനെടുത്തോണ്ട് വന്നു? അവരവിടെ നിന്നിരുന്ന് ഇതിന് സുഭിക്ഷമായി ജീവിച്ചനല്ലോ പാവങ്ങളെന്ന് അവിടെയുള്ള ആളുകൾ ചിന്തിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ ഗവൺമെന്റിന് പോഷണമാണോ എന്ന് മുഖ്യമന്ത്രിയും മറ്റ് കക്ഷി നേതാക്കന്മാരും ചർച്ച ചെയ്യണം. എന്തിനാ പ്രശ്നം? ഇത് കാസർഗോഡൻ മോഡൽ സമരമായി പ്രഖ്യാപിച്ച് എല്ലാവരും ഉടൻ ഏറ്റെടുക്കണം എന്നതാണ് ഡെമോക്രസിയുടെ അഭിപ്രായം. കാസർഗോട്ടുകാരുടെ അവസ്ഥ വളരെ മോശമാണ്. എന്നാൽ അതിലേറെ ദുരിതം പേർന്ന മറ്റു ജില്ലകളിലെ പ്രാദേശിക ആളുകളും ഈ കരച്ചിൽ സമരവുമായി രംഗത്തിറങ്ങണം. ഇവിടെ ഒരു തരത്തിലുള്ള സമരം ചെയ്തിട്ടും സർക്കാരിൻ്റെ കണ്ണ് തുറക്കില്ല എന്നതാണ് ആരോപണം. ഇനി കരഞ്ഞാലെങ്കിലും ഭരിക്കുന്നവരുടെ കണ്ണ് തുറക്കുമോ ആവോ എന്ന് ആശ്വാസപ്പെട്ടുകൊണ്ട് ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണുന്നവരെ നന്ദി, നല്ല നമസ്കാരം.